സുറുമക്കണ്ണിണയായി ഹായ് മൈലാഞ്ചി കൈവിരലായി മഞ്ചുള്ള മാപ്പിളപ്പാട്ടിന്റെ ഈണങ്ങൾ നെയ്തൊരു പട്ടുറുമാ തങ്കക്കിനാവുകളായി ഹായ് ഹായ് താളത്തിൽ പാടുകയായി മണി മഞ്ചത്തിൽ മൈക്കണ്ണി മഞ്ചത്തിൽ കഞ്ചത്തിൽ പാടും. അസ്സലാമു അലൈക്കും. ഇഷ്ടഗാനങ്ങളും ഇശൽ മിലാദും ഒത്തുചേർന്ന പാട്ടിന്റെ പർദീസിലേക്ക് പട്ടുറുമാലിലേക്ക് ഹൃദയം നിറഞ്ഞ് സ്വാഗതം. ചുങ്കത് ജ്വല്ലറി പട്ടുറുമാൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചുങ്കത് ജ്വല്ലറി. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയങ്കരായ ജഡ്ജസിനെ. ആദ്യം പട്ടുറുമാലിന്റെ കാർണോർ ഫിറോസ് ബാബു, പ്രശസ്ത പിന്നണി ഗായകൻ നജീം അർഷാദ്. അടുത്തതായി നമ്മുടെ സ്വന്തം പിന്നണി ഗായിക ജ്വാൽസ്ന, നമ്മുടെ എല്ലാമായ സ്വന്തം ഓർക്കസ്ട്ര ടീം. ഈ എപ്പിസോഡിൽ പിരിശപ്പാട്ട് റൗണ്ടിൽ പാടാനെത്തുന്നു നമ്മുടെ സ്വന്തം നജ്മ. നജ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എവിടുന്നാ വരുന്നേ? ഞാൻ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം എന്ന സ്ഥലത്താണ്. അപ്പോ നജ്മയുടെ കൂടുതൽ വിവരങ്ങൾ ഞാനായിട്ട് ചോദിക്കുന്നില്ല, നമുക്ക് നജ്മയുടെ പ്രൊഫൈൽ ഒന്ന് കാണാം. നജ്മ എം കെ. കാസർഗോഡ് നീലേശ്വരം കോട്ടപ്പുറത്ത് മുസ്തഫ സുബൈദ ദമ്പതിമാരുടെ പുത്രി. വടക്കൻ കേരളത്തിൽ ഏറ്റവും പോപ്പുലറായ ഗായികമാരുടെ നിരയിലേക്ക് നജ്മ വളർന്നു കഴിഞ്ഞു. ഹായ്, എൻ്റെ പേര് നജ്മ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം കോട്ടപ്പുറം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ നിരവധി ഗാനമേളയിലും ഷോകളിൽ പങ്കെടുക്കാറുണ്ട്, കലോത്സവങ്ങളിൽ പങ്കെടുക്കാറുണ്ട്, എല്ലാ കൊല്ലവും സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. പട്ടുറുമാല കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതാണ് എൻ്റെ ഫാമിലി. ഇത് ഉപ്പ, ഇത് ഉമ്മമ്മ, അത് ഉമ്മ, അതെൻ്റെ അനിയൻ, ഇതെൻ്റെ ഏട്ടൻ, ഇതെൻ്റെ മൂത്തമ്മ. എൻ്റെ മകൾ നജ്മക്ക് കൈരളി ചാനലിൽ പട്ടുറുമാല ഓഡീഷൻ കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ എപ്പോഴും പട്ടുറുമാലയെ കാണാറുള്ളൂ. പട്ടുറുമാല എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. പട്ടുറുമാല എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ എല്ലാ ആഴ്ചകളും പോകുന്നു പട്ടുറുമാല. നിരവധി വേദികളിൽ പാടി മുൻപരിചയമുള്ള ഈ യുവഗായിക പട്ടുറുമാൽ വേദിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയായി. ഇവിടെ ഞാൻ 1 മുതൽ 10ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചത്. ഇതൊക്കെ ഒരു ടീച്ചേഴ്സാണ്. ഇവിടെ നിന്നാണ് എല്ലാ പ്രോത്സാഹനം ആവശ്യമായ എല്ലാ പ്രോത്സാഹനവും ഇവരാണ് തന്നത്. നജ്മ നമ്മുടെ സ്കൂളിലെ കലാപ്രതിഭ എന്ന് പറയാൻ പറ്റുന്ന കുട്ടി. കാരണം 1ാം ക്ലാസ് മുതലേ മാപ്പിളപ്പാട്ട്, അതേപോലെ തന്നെ അറബിക്ക് പദ്യം ചൊല്ലൽ മികച്ച നിലവാരം പുലർത്തിയ കുട്ടി. 1 മുതൽ 7 വരെ ജില്ലാതലം വരെ മാത്രം മത്സരമുള്ളതുകൊണ്ട് ജില്ലാതലത്തിൽ നല്ല തിളക്കുണ്ടായി. അതുപോലെ 8, 9, 10 ക്ലാസ്സിലേക്ക് സ്റ്റേറ്റ് സംസ്ഥാന തലത്തിലുള്ള മത്സരം ഉണ്ടായതുകൊണ്ട് സംസ്ഥാനത്തിൽ തന്നെ A ഗ്രേഡ് ലഭിച്ചു 3 വർഷവും. ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിലും A ഗ്രേഡ് മത്സരം, സ്റ്റേറ്റ് തലത്തിൽ A ഗ്രേഡ് മത്സരം നേടാൻ കഴിയും. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ശാസ്ത്രീയ സംഗീതത്തിൽ നല്ല മെച്ചപ്പെട്ട അറിവ് നേടാൻ അവർക്ക് സാധിച്ചു. നല്ല രീതിയിലേക്ക് ഈ പട്ടുറുമാൽ ഫൈനൽ വിദ്യാർത്ഥിയായി, ഫൈനലിസ്റ്റായിട്ട് വരാൻ എല്ലാവിധ ഭാവങ്ങളും കോട്ടപ്പുറത്തിൻ്റെ തന്നെ നീലേശ്വരത്തിൻ്റെ തന്നെ അഭിമാനമായി നമുക്ക് തിളങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചെറുപ്രായത്തിൽ തന്നെ തൈനേരി അസീസിനെ പോലെയുള്ള ഗുരുതുല്യരായ പ്രതിഭകളോടുത്തുള്ള സംഗീത കൂട്ടായ്മകൾ നജ്മ എന്ന പാട്ടുകാരിയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിനുള്ള പരിചയസമ്പത്തും പിൻബലവുമായി ഉത്തര കേരളത്തിലെ മാപ്പിളപ്പാട്ട് ഗായകരുടെയും പിന്നണി പ്രവർത്തകരുടെയും കൂട്ടായ്മയായ ഉമ്മാസ് എന്ന സംഘടനയുടെ പിന്തുണയും ഈ ഗായികയ്ക്ക് പട്ടുറുമാലിൽ പുതിയ മാനങ്ങൾ ഒരുക്കാൻ സഹായകമാകും എന്ന് പ്രത്യാശിക്കുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം നജ്മ എം കെ. പ്രൊഫൈൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ. നജ്മ പാട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടല്ലേ. സ്കൂളിലെ ഫ്രണ്ട്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ? സപ്പോർട്ടാണ്. അതേപോലെ ഫാമിലി എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? തമിഴത്തെ പാടിയ ആദ്യ ഹദത്ത്. അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠി. ഓക്കെ. Bismillah
നജ്മ ചേച്ചി അടിപൊളിയായിട്ട് പാടിട്ടോ. താങ്ക് യു. റംലത്ത പാടിയ വളരെ മനോഹരമായ ഒരു പാട്ടാണ് നജ്മ ഇവിടെ പാടിയത്. റംലത്ത എൻ്റെ ആരെന്നറിയോ? അറിയോ? അറിയില്ല. നമ്മളെ കുടുംബക്കാരാ. നിങ്ങൾ റംലത്ത എന്ന് വിളിക്കും, ഞാൻ റംലത്ത ഉമ്മന്നാന്ന് വിളിക്കും. സമയമില്ല, ഇനി ഉണ്ടല്ലോ മുൻപോട്ടുള്ള യാത്രയിൽ നമുക്കറിയാം ആരാ എന്താന്നൊക്കെ. എന്തായാലും നല്ല സെലക്ഷൻ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് പാടി. ഇനി നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം, അവരാണല്ലോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പാട്ട് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം ചോദിക്കാം. ഫിറോസ് കാ, മാപ്പിളപ്പാട്ടിൻ്റെ നാട്ടിൽ നിന്നാണ് എന്നുള്ളത് ആദ്യത്തെ കാര്യം കേട്ടോ. ഒരു സ്റ്റേജ് സിംഗറുടെ ശൈലിയൊക്കെ ഉൾക്കൊണ്ടാണ് ഇപ്പോൾ പാടിയത്. അപ്പോൾ ഒരു സ്റ്റേജ് സിംഗിങ് എന്ന നിലയിൽ ഇതിനെ വിലയിരുത്തുകയാണെങ്കിൽ ഞാൻ പറയും 100% ഓക്കെ എന്ന് പറയും. പക്ഷേ ഒരു റിയാലിറ്റി ഷോ സിംഗിങ് എന്ന നിലയിൽ വിലയിരുത്തുമ്പോൾ കുറഞ്ഞ പോരായ്മകളൊക്കെ ഉണ്ട്, അത് വിലയിരുത്തണം. കാരണം ഞങ്ങളിത് പുറത്തുനിന്നൊരു 15,000 വാട്ട്സ് സൗണ്ടിൽ കേൾക്കുകയല്ല, ഞങ്ങളിത് ഹെഡ്ഫോണിൽ വിലയിരുത്തുകയാണ്. മനസ്സിലായോ മോൾക്ക്? അപ്പോൾ ഓളമല്ല കിട്ടേണ്ടത്. ഓളം ഉണ്ടായിരുന്നു, ഞാൻ കുറവല്ല പറയുന്നത്, മോൾ നന്നാവാൻ പറയുന്നു. അപ്പോൾ സ്റ്റേജ് സിംഗിങ്ങിൻ്റെ ശൈലിയിലേക്ക് കുറേ ഭാഗങ്ങൾ കടന്നുപോയി മോളുടെ സിംഗിങ്ങിൽ. അതുകൊണ്ടുള്ള കുറഞ്ഞ പോരായ്മകൾ. അവസാനമൊന്നും പെർഫെക്റ്റ് അല്ലായിരുന്നു. മോൾ പാടി നിർത്തിയില്ല ഒരു സ്വന്തം സംഗതി, അതൊന്നും പെർഫെക്റ്റ് അല്ലായിരുന്നു. പിന്നെ ആദ്യത്തെ ഒരു സിംഗിങ് ആയതുകൊണ്ട് ഞാൻ അത്ര കീറി മുറിക്കുന്നില്ല. എന്നാലും പല കുട്ടികളോടും പറഞ്ഞ പോലെ മോൾക്കും അതിനോട് ചേർത്ത് പറയുകയാണെങ്കിൽ നല്ലൊരു ഓളം ഉണ്ടായിരുന്നു. ചില ഭാഗങ്ങളൊക്കെ ഗംഭീരമായിട്ട് പാടി, ചില ഭാഗങ്ങൾ ഒന്നുകൂടി വൃത്തിയാവാനുണ്ട് കേട്ടോ. പാട്ടിൻ്റെ ഉള്ളിലെ സംഗതി കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ് കാ. അടുത്തതായി ജോൾസിന ചേച്ചി. നജ്മ ചേച്ചി നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. നജ്മയുടെ വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു. എനിക്കിങ്ങനത്തെ നല്ല തുറന്ന സ്ട്രോങ് ഫീമെയിൽ വോയിസസ് എനിക്കിഷ്ടമാണ് കേൾക്കാനായിട്ട്. അപ്പോൾ നജ്മയ്ക്ക് നല്ലൊരു ശബ്ദം, നല്ലൊരു ഘനമുള്ള ശബ്ദം ഈശ്വരൻ തന്നിട്ടുണ്ട്. ഈ പാട്ട് റംലത്ത പാടിയതാണ്. പിന്നെ ഈ പാട്ട് എളുപ്പമല്ല, ബുദ്ധിമുട്ടാണ് പാടാനായിട്ട്. കുറേ ചെറിയ സംഗതികളുണ്ട്. അപ്പോൾ ശരിക്കും ഫിറോസ് മാഷ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മളൊരു സ്റ്റേജിൻ്റെ ഓളത്തിൽ നിന്ന് പാടുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അതിലങ്ങോട്ട് മുങ്ങിപ്പോവും. പക്ഷേ ഇങ്ങനെ നമുക്ക് ഭയങ്കര വ്യക്തതയോടെയാണ് ഓരോ സാധനം നമ്മൾ കേൾക്കുന്ന മോള് പാടുന്നതേ. അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ഇംപെർഫെക്ഷൻസ് ഉണ്ടായിരുന്നു സംഗതികൾ. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ടൈം മോള് പാട്ട് പഠിച്ച് പാടുമ്പോൾ കാര്യമായിട്ട് ഒരു 100-150 പ്രാവശ്യം കേട്ടാലും തെറ്റില്ല. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഓരോ പ്രാവശ്യം കേൾക്കുന്തോറും കൂടുതൽ നമ്മളത് പഠിക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് അടുത്ത പ്രാവശ്യം കുറച്ച് ശ്രദ്ധിച്ച് പഠിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ബട്ട് അതർവൈസ് മോൾക്ക് നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ട്,
നല്ല കോൺഫിഡൻ്റ് ആണ്, നല്ല ശബ്ദമുണ്ട്. അപ്പം അതൊക്കെ നല്ലോണം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. അടുത്തതായി നജീം ഖാ. വളരെ കോംപ്ലിക്കേഷൻ ഉള്ളൊരു സോങ്ങാണിത്. റംലാത്താൻ്റെ പാട്ടാണ്, വളരെ ഫെമിലിയർ ആയിട്ടുള്ള. ഈ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേറ്റ് നമുക്ക് സാധകം ചെയ്യാൻ പറ്റിയൊരു പാട്ടും കൂടിയാണ്. ആക്ച്വലി ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടീസ് വേണ്ട. പിന്നെ വോയിസ് നല്ലൊരു വോയിസാണ്, നല്ല കട്ടിയുള്ള വോയിസ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കട്ടി കുറച്ച് കൂടുതൽ കൊടുത്തോന്നൊരു ഡൗട്ടുണ്ട്, കുറച്ച് ഇമിറ്റേറ്റ് ചെയ്തെന്നൊരു ഡൗട്ടുണ്ട്. ആദ്യം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തെ ഇത് അങ്ങനെ സൗണ്ടൊക്കെ മാറ്റിയതോ എനിക്കങ്ങനെ ഫീൽ ചെയ്ത്. അത് റംലാത്താനെ അത് അങ്ങനെ ഇമിറ്റേഷൻ എനിക്കത് വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്ക് സ്വന്തം വോയിസിൽ തന്നെ അതിനെ കൂടുതൽ മാക്സിമം ഒരു മനോഹരമാക്കാൻ. കാരണം ആദ്യം അത് ഒരു വേറൊരു വോയിസ് വരുമെങ്കിലും അവസാനം ഒറിജിനൽ വോയിസ് വരും. അവിടെ നല്ല രസമുണ്ട് കേൾക്കാൻ. ഒറിജിനൽ വോയിസിൽ മാക്സിമം ഓപ്പൺ ആക്കി ഇങ്ങനത്തെ പാട്ടുകൾ പാടാൻ നോക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് ജഡ്ജസിന്റെ കമന്റ്സ് എല്ലാം കേട്ടു. അപ്പൊ നമുക്കതിന്റെ മാർക്സ് എന്താണെന്ന് ചോദിക്കണ്ടേ? ആദ്യം തന്നെ ഫിറോസ് ഖാ 40-ൽ എത്ര കൊടുക്കും? 38. നജീം ഖാ? നജ്മയ്ക്ക് 27.5. അടുത്ത ജോൽസിന് ചേച്ചി 27.5. താങ്ക് യു ചേച്ചി. ഇപ്പൊ ടോട്ടൽ മാർക്ക് അറിയണ്ടേ? അപ്പോ 100-ൽ 93 നജ്മയ്ക്ക് ഈ റൗണ്ടിൽ കിട്ടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അടുത്ത പ്രാവശ്യം ഈ എല്ലാ മിസ്റ്റേക്കും മാറ്റി അടിപൊളിയായിട്ട് പാടണം കേട്ടോ.